ഹലോ, എല്ലാവർക്കും നമ്മളെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതമുണ്ട് കേട്ടോ. അവിടെ മഴയൊക്കെ എങ്ങനെയുണ്ട്? ഇവിടെ നല്ല മഴയാണേ. അപ്പോൾ ഇന്ന് മഴയായതുകൊണ്ട് കുറച്ച് വെറൈറ്റി പിടിക്കാമെന്ന് വിചാരിച്ചു. രാത്രിയിലത്തേക്ക് ചില്ലി ചിക്കനാണ് ഉണ്ടാക്കുന്നത്. ഞാൻ ചില്ലി ചിക്കനൊക്കെ ആദ്യമായിട്ടാണ് ഉണ്ടാക്കുന്നത്. സത്യം പറഞ്ഞാൽ ഞാൻ ഈ സാധനമൊന്നും ഉണ്ടാക്കാൻ നിൽക്കലില്ല. ഒന്നാമത്തെ കാര്യമില്ലേ, വല്ലപ്പോഴും ആടിലും ചങ്കരാന്തിക്കുവാണ് ഇത്തിരി ചിക്കൻ വാങ്ങുക. ആ ചിക്കൻ എടുത്തിട്ട് പരീക്ഷണം നടത്തി കുളമാക്കി പോകുന്നത് ശരിയില്ലല്ലോ. ചിക്കൻ കറി തന്നെ മര്യാദയ്ക്ക് ഞാൻ വെച്ചാൽ ശരിയാവില്ല. ചില സമയത്ത് ശരിയാവും, ചില സമയത്ത് ശരിയാവാറില്ല. അപ്പോൾ പിന്നെ ബാക്കിയുള്ള പരീക്ഷണങ്ങൾക്ക് നിൽക്കാൻ ഒരു മടിയാണ്. അതുകൊണ്ട് തന്നെ അപ്പോൾ ഇന്ന് എന്തായാലും വിചാരിച്ചു ഒരിത്തിരി ഉണ്ടാക്കി നോക്കാം. മോനിപ്പോൾ വലുതായി വരുന്നതല്ലേ, അപ്പോൾ അവൻ ഓരോന്നൊക്കെ കഴിക്കാൻ ആഗ്രഹങ്ങളുണ്ട്. ചിക്കനൊക്കെ അവന് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ മെയിനായിട്ട് അവന് വേണ്ടിയിട്ടാണിത്. ഇപ്പോൾ ചിക്കൻ വാങ്ങിയിട്ട് ഞാനത് മൂന്ന് തവണയായിട്ടാണ് എടുത്തത്. ആദ്യം ഒരു ചിക്കൻ കറി വെച്ചു, ഇതിപ്പോൾ രണ്ടാമത്തെയാണ്. ഇനി ഇതിൻ്റെ ബാക്കി ഞാൻ കുറച്ചെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൽ പ്രത്യേകിച്ച് റെസിപ്പിയൊന്നും ഞാൻ പറഞ്ഞു തരുന്നില്ല. ഞാൻ തന്നെ യൂട്യൂബ് നോക്കിയിട്ടാണ് ഉണ്ടാക്കണേ, എൻ്റെ റെസിപ്പിയൊന്നുമല്ല. ഈ ചിക്കനും ബീഫും ഒക്കെ ആഴ്ചയ്ക്ക് കഴിക്കുന്ന ആൾക്കാർക്ക് ഇതൊന്നും അത്ര വലിയ കാര്യമായിട്ടൊന്നും തോന്നൂലായിരിക്കും കേട്ടോ. പക്ഷേങ്കിലും ഞങ്ങൾ ഇത് ആണ്ടിലും ചങ്കരാതിക്കും ഞാൻ പറഞ്ഞില്ലേ, അങ്ങനെയേ വാങ്ങലുള്ളൂ. അപ്പോൾ അത് വാങ്ങുന്ന ദിവസം ഞങ്ങൾക്കൊരു സന്തോഷമാണ്. പിന്നെ പരീക്ഷണം നടത്തുന്നതുകൊണ്ടുള്ളൊരു പേടി എനിക്കുണ്ട്, ചീറ്റിപ്പോവോ എന്നുള്ളതാണ് ഒരു ടെൻഷൻ. ഏട്ടൻ വന്നപ്പോഴത്തേക്കുണ്ടല്ലോ മറ്റേ പൊറോട്ട വാങ്ങിയിട്ടാണ് വന്നത്. പൊറോട്ട എന്ന് പറയുമ്പോൾ മോനങ്ങനെ അധികം കൊടുക്കാറൊന്നുമില്ല, പക്ഷേങ്കിൽ വല്ലപ്പോഴും കൊടുക്കും കേട്ടോ. കൊടുക്കാറില്ല എന്നൊന്നും പറയാൻ പറ്റില്ല, ഇടയ്ക്കൊക്കെ കൊടുക്കാറുണ്ട്. അപ്പോൾ പാക്കറ്റ് പൊറോട്ടയാണ് വാങ്ങിച്ചത്. ഏട്ടന് ബസ് മിസ്സാവും എന്നുള്ളത് കൊണ്ട് പെട്ടെന്ന് കടയിൽ നിന്ന് ഒരു പാക്കറ്റ് വാങ്ങുമായത്. അല്ലെങ്കിൽ ഹോട്ടലിൽ നിന്ന് പൊറോട്ട വാങ്ങുമായിരുന്നു. എന്നോട് പറഞ്ഞ് ബസ് കിട്ടിയില്ലെങ്കിൽ പിന്നെ നാട്ടിലേക്ക് എത്താൻ പ്രയാസം, ഓട്ടോയൊക്കെ പിടിച്ച് വരേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് പുള്ളി ഒരു പാക്കറ്റ് വാങ്ങിയിട്ടാണ് വന്നത്. അപ്പോൾ എൻ്റെ ചില്ലി ചിക്കൻ്റെ പണി ഏകദേശമൊക്കെ ഒന്ന് സെറ്റായിട്ടുണ്ട് കേട്ടോ. കാണാനൊക്കെ ഒരു അരങ്ങൊക്കെ വന്നു. എനിക്ക് ഭയങ്കര സന്തോഷമായി. എനിക്ക് എൻ്റെ മനസ്സ് മൊത്തം ഭയങ്കര പേടിയായിരുന്നു കേട്ടോ, ഇത് എന്താവും എന്നുള്ളത്. ഏതായാലും ഞാൻ വിചാരിച്ചത്ര പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല. നല്ല ടേസ്റ്റൊക്കെ ഉണ്ട് കേട്ടോ. നമ്മൾ ഈ വീട്ടിലുണ്ടാക്കുന്ന സമയത്ത് ഈ കടയിൽ നിന്ന് വാങ്ങുന്ന പോലത്തെ ടേസ്റ്റ് ഒന്നും ഉണ്ടാവണമെന്നൊന്നുമില്ല. അത് ചിലപ്പോൾ ഉണ്ടാവുമായിരിക്കും കേട്ടോ. ഞാൻ ഉണ്ടാക്കിയിട്ട് അങ്ങനെയാണ്. അതായത് കടയിലെ ടേസ്റ്റ് പോലെയൊന്നും വന്നില്ല, പക്ഷേ ടേസ്റ്റ് ഉണ്ട്, മോശമായിട്ടില്ല. അതെനിക്കൊരു സമാധാനമായിരുന്നു. പിന്നെ ഏട്ടനാണ് കേട്ടോ പൊറോട്ടയൊക്കെ ആക്കി തന്നത് എനിക്ക്. പാക്കറ്റ് പൊറോട്ട ആയതുകൊണ്ട് അതത്ര അങ്ങോട്ട് സോഫ്റ്റൊന്നും അല്ലായിരുന്നു. പിന്നെ അടിച്ചിട്ടൊക്കെ ഒന്ന് ഏട്ടൻ ഇങ്ങനെ നോക്കി അതൊന്ന് സെറ്റാക്കാൻ പറ്റുമോയെന്ന്, പക്ഷേങ്കിൽ അത്രയ്ക്ക് അങ്ങോട്ട് ശരിയായില്ല. പിന്നെ വേറെ പ്രത്യേകിച്ചൊന്നും ഇല്ല. ഞങ്ങൾ പൊറോട്ടയും ചില്ലി ചിക്കനും ഒക്കെ കൂട്ടിയിട്ട് ഞങ്ങൾ രാത്രിയിലത്തെ ഭക്ഷണം കഴിച്ചു. കഴിഞ്ഞ 2-3 ദിവസങ്ങളായിട്ട് എൻ്റെ പരീക്ഷണങ്ങളെല്ലാം പാളിപ്പോവായിരുന്നു കേട്ടോ. ഞാൻ ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഭയങ്കര വിഷമമുണ്ടായിരുന്നു. ഓരോന്ന് വീഡിയോയിൽ സിമ്പിളായിട്ട് പറയുമെങ്കിലും ഉണ്ടാക്കി കഴിയുമ്പോൾ എനിക്ക് ഭയങ്കര വിഷമമാണ്. അത് ശരിയായില്ലല്ലോ എന്നൊക്കെ ആലോചിച്ചിട്ട്. ഏതായാലും എന്നെ ചതിച്ചില്ല. അത്യാവശ്യം നല്ല രീതിയിൽ ഉണ്ടാക്കാൻ പറ്റി കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. നാളെ കാണാം.